നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. 1 കിലോ ചെമ്മീനായിട്ട് വാങ്ങിച്ചു കൊണ്ടു. ആള് പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ്ടേ, നമ്മുടെ മാന്യതയില്ല. അജു ചെമ്മീൻ കൊണ്ട് ഒരു തോരണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് നോക്കുന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ അയ്യന്റെ മൂത്തിക്ക് തെറിച്ചു. ചെമ്മീൻ ഇതാണ് കേട്ടാ. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടാ. വലിയ പുളി അധികം പാടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടത് വെക്കുന്നത്. ഉള്ളിയില്ല. അയ്യോ, അതല്ലെന്ന് ഇങ്ങനത്തെ ഒരു സാധനം പൂജയ്ക്ക് ഉപയോഗിക്കില്ലേ, മറ്റേ കനലൊക്കെ വെച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കൊതി കൂടിയിട്ട് ഞാൻ കൂടി അടിച്ചു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. 1 കിലോ ചെമ്മീനായിട്ട് വാങ്ങിച്ചു കൊണ്ടു. കണ്ടത് എന്ത് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ചെമ്മീൻ കണ്ട, 1 കിലോ ചെമ്മീനാണ്. 300 രൂപ ചെമ്മീനാണ് വാങ്ങിച്ചുകൊണ്ടത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റജുല എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ട്. പറഞ്ഞിട്ടില്ലേ പറയണ്ടെന്ന്. ആള് പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ്ടേ, നമ്മുടെ മാന്യതയില്ല. അല്ല, ചിലർക്ക് ഇഷ്ടമില്ലെങ്കിലോ അത് കുഴപ്പമില്ല. റജുല ചേച്ചിൻ്റെ ആള് തൃശ്ശൂർക്കാരിയാണ്. പഴയ തിരുവനന്തപുരത്താണ് ഫുൾ ടൈം താമസം. ആളുടെ മകനൊക്കെ അവിടെയാണ് ഫുൾ ടൈം താമസം. അപ്പോൾ ആള് ഒരു 1.5 കൊല്ലായി കൊണ്ടിട്ട് ഈ അജു ചെമ്മീൻ കൊണ്ടൊരു തോരണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് നോക്കുന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളത് വെച്ച് പോകുന്നത്. 1.5 കൊല്ലം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെമ്മീൻ നമുക്ക് നന്നാക്കാം ആദ്യം തന്നെ. അപ്പം എന്താ അയ്യന്റെ മൂത്തിക്ക് തെറിച്ചു. എന്തൊട്ട് പണി ചേട്ടൻ കാണിച്ചു? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിതുമായിട്ടൊരു ബന്ധമില്ല. അയ്യേ. അപ്പോൾ സാർ ഇത് മോന്ത കഴിയിട്ടോ. ഇതിൻ്റെ മുകളിലൊരു നാരുണ്ടാവും, കത്തി കൊണ്ട് എടുത്ത് കളയേണ്ടി വരും. കണ്ട, എന്തായാലും നന്നാക്കല് കഴിയുമ്പോ മുഖം പോയി കഴുകാം സോപ്പിട്ട്. ഇനിയും തെറിക്കില്ലോ. ഇതിന് ഈ വർഷകാലമായ കാരണം കൊണ്ട് നോക്കിയേ, ഇതിൻ്റെ ഒരു ഇത് കൂടുതലാണ്, പച്ച കളറ് അഴുക്കല്ലേ, അഴുക്ക് കൂടുതലാണ്. അയ്യേ, അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള ചെമ്മീൻ പാടില്ല. ഇങ്ങനത്തെ ചെമ്മീനെ പാടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ആദ്യം നന്നാക്കിയിട്ടിട്ട് ലാസ്റ്റ് ഇത് അല്ല ഇതെല്ലാം അതിങ്ങനെ കീറേണ്ടി വരും. നാര് മാത്രല്ല, ഈ കത്തി പറ്റില്ല ചേട്ടാ. ഈ കത്തി കൊണ്ട് പിരി തന്നെയാവണു. ചേട്ടത് തൊലി കളഞ്ഞിട്ട് ഇവിടെ ഇടും. ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇടാം. ഒരു കാര്യം ചെയ്യാം, ചെമ്മീൻ നമുക്ക് ഇവിടെ ചെയ്യാം. മുഴുവൻ വേണോ? ഇത് മുഴുവൻ ഇവിടെ പൊട്ട സ്മെല്ലാവും. ഈ ചെമ്മീനൊരു ഭയങ്കര മണാ. അവിടെ വെക്കൂത്താ. അപ്പൊ പിന്നെ എന്തിനാ കടലാസ് വേസ്റ്റ് ഇടാം. വെള്ളം പോണുണ്ടാ. ഇപ്പം മഴ പെയ്യും, ഭയങ്കര മഴയാണ്. മഴയോട് മഴ. ശരിക്കും സരിതാ, നമ്മളെ ഈ മാർക്കറ്റിലത്തെ പോലെ നോക്കിയേ, അതുപോലത്തെ ഒരു മേശയും ഇതൊക്കെ ആയിട്ട്. അറിയില്ലേ, ഞാൻ മാർക്കറ്റ് വീട്ടില് മീൻ വാങ്ങിക്കാൻ. അല്ല, ഈ വഴിവെക്കുകളിൽ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, സ്റ്റീലിന്റെ. അതുപോലെ ഞാനേ ചെറിയ കത്തി എടുത്തിട്ട് വരാം. ഈ കത്തി ശരിയാവില്ല. ചെമ്മീൻ നന്നാക്കുമ്പോൾ ശരിക്കും എപ്പോഴും ഓർമ്മ വരും ചാന്ത് പൊട്ടത്ത് ദിലീപിൻ്റെ ഭാഗമല്ലേ. ദൈവം മഴക്കാലയിലോ സരിത കുഴപ്പമില്ലാക്കാൻ ഇതുണ്ടാകുമ്പോൾ ശരി കുളവും മഴ തോന്നിയിട്ട്. മഴക്കാലല്ലേ, പിന്നെ മഴ പെയ്യില്ലേ? മഴ പെയ്ത് കഴിഞ്ഞ് ഇത് എടുത്തുകൊണ്ട് ഓടേണ്ട കാര്യമാണ്. ഇതിനോടണം നടന്നാ പോരെ. അതൊരു പ്രയോഗമാണ് സരിത. ആ കൂടാരത്തിലിരുന്നിട്ട് ചെയ്താൽ മതി. നന്നാക്കലേ, അങ്ങോട്ട് പോവാം. മഴ പെയ്യാണെങ്കിൽ അങ്ങോട്ട് പോവാം. തോട തരത്തില്ല ഓട് കണ്ട. ട്രോളിങ് ആയാലും നല്ല മീനുകളൊന്നും ഇല്ലല്ലോ. ഇതിനെന്താ വില? 300 രൂപ. ചാളര എത്ര വില ഇല്ലല്ലേ? ചാളക്കല്ലേ വില കൂടുതൽ. കദളി വാഴ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മീൻകാർ കൊണ്ടുവരൂട്ടാ. ആ ചെമ്മീൻ കൊണ്ടുവരുന്നത് മറ്റുള്ളതിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഒരു ചെറിയൊരു കുറച്ചുണ്ടാവുള്ളൂ. കാരണം വീട്ടുകാർ വാങ്ങിക്കുന്നത് ചെമ്മീനായിരിക്കും ഏറ്റവും വില കൂടുതൽ. വീട്ടുകാർ വാങ്ങിക്കുന്നത് 100 ചെമ്മീൻ, 150 ചെമ്മീൻ അങ്ങനെ വാങ്ങിക്കുക. അത്രയും വാങ്ങിക്കുള്ളൂ. എന്നിട്ട് വെറുതെ ആ പാടി ഒരു വീട്ടിലുള്ളവർക്ക് 1-2 എണ്ണമാണ് കിട്ടുക ചെമ്മീൻ. ഇപ്പോൾ നോക്കി നമ്മൾ 1 കിലോ ചെമ്മീനാണ് വാങ്ങിക്കുന്നത്, വെറും തുച്ഛമായ ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അല്ലാന്ന് അന്ന് ഒരു കുടുംബത്തിൽ എത്രയോ അംഗങ്ങളുണ്ടാവും അറിയോ? 8, 9, 10 അംഗങ്ങളുള്ള വിളി. ഞങ്ങളുടെ വിളിയൊക്കെ വാങ്ങിക്കുന്നത് 150 ചെമ്മീനൊക്കെയാണ് വാങ്ങിക്കുക. എത്ര പേരുണ്ടായിരുന്നു ആലോചിക്കണോ? അന്നൊക്കെ ചേട്ടനെ എങ്ങനെ അമ്മ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാവാത്ത. ഞാനങ്ങനെ കഴിക്കുന്ന ആളൊന്നുമല്ല. അമ്മ പറയാറുണ്ട്. ഞാനങ്ങനെ കഴിക്കുന്ന ആളാണോ? അങ്ങനെ കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഭീമകാരനായി ഉണ്ടാവില്ലേ? വണ്ണം വെക്കാത്തതാണ് ചേട്ടൻ ആകപ്പാടെ പറയുന്നൊരു ന്യായം. അതിന് എതിരെ നിരത്തുന്നൊരു എന്താ പറയുക, വാദമുഖം. അതാണ്. അങ്ങനെ കഴിക്കുന്ന ആളാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ഇതായി ഉണ്ടാവും എന്ന് പറയാ. ചിലവർ എത്ര കഴിച്ചാലും ഭയങ്കര നമ്മുടെ അല്ലഞ്ചേട്ടൻ്റെ കൂട്ടുകാരൻ നോക്കിയ രാജൻ ചേട്ടൻ, ആൾ കഴിക്കണുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കണനുസരിച്ചിട്ടാണ് ആളുടെ ശരീരം എങ്ങനെ വരേണ്ടത്. ആള് 85 കിലോ തൂക്കാം, അതറിയോ? അതുണ്ട്, പക്ഷെ അങ്ങനെ തോന്നില്ലല്ലോ കണ്ടാലും. തോന്നില്ല. അല്ലാന്ന് അപ്പം അന്നത്തെ കാലം ആലോചിക്കണമെന്ന്. അത് ചെമ്മീൻ ഈ ഒരു ചട്ടിയിൽ നിറയെ വെള്ളം ഉണ്ടാവും. കൂട്ടാൻ ചാറ് നാളികേരേ അരച്ചിട്ടേ, നാളികേര കൊത്ത് അരച്ച് വെണ്ണ പോലെ അരച്ചിട്ട് കൂട്ടാൻ വയ്ക്കുക. മുങ്ങി തപ്പി എടുക്കണം. അറ്റ്ലാന്റിക്കിൽ ടൈറ്റാനിക് എടുക്കണ പോലെയാ ഒരു ചെമ്മീൻ്റെ കഷ്ണം. ആ സാധനത്താണ് ഇപ്പം നമ്മൾ. അതുകൊണ്ടാണ് ആളുകൾക്ക് അസുഖങ്ങൾ കൂടുതൽ. ചേട്ടന് ഒരു 50 ഗ്രാം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഈ വർത്താനം പറയേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ആരോഗ്യവും പോവില്ല. ഇത് കാശും കൊടുത്ത് 1 കിലോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ പ്രസംഗം മുഴുവൻ നടത്തണത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കണക്കിന് പ്രകാരം 50 ഗ്രാമേ വേണ്ടോ? അതെ, 50 ഗ്രാം വേണ്ട. അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതന്നെ. അന്ന് 8, 9 അംഗങ്ങൾക്കല്ലേ 100 ഗ്രാം. 150 ഗ്രാമൊക്കെ വാങ്ങിക്കുക. 100 ഗ്രാം ചില ചെമ്മീൻ വാങ്ങിക്കില്ല ആരും. വാങ്ങിക്കാൻ അപൂർവം പേരെ വാങ്ങിക്കല്ലോ. വാങ്ങിക്കാൻ കാശില്ല. എല്ലാ മീനുകളൊക്കെ വില കൂടുതലും ചെമ്മീൻ. കാശുകാരെ വാങ്ങിക്കണ്ടാവുള്ളൂ. ചെമ്മീനൊക്കെ വാങ്ങിക്കുന്നത് കാശുകാരാ. 1980 ആ സമയത്തെ കാര്യമാണ് പറയണ്ടത്. 80, 79, 78 കാലത്തെ കാര്യമാണ് പറയണത് കേട്ടാ. പുറത്തില്ല ശരിക്കും കളഞ്ഞോളോട്ടാ. പിന്നെ എനിക്കറിയാം. നിനക്ക് പോയില്ല. എനിക്ക് ചേട്ടന് വരില്ലേ കയറാൻ? ആഹാ, നല്ല ശബ്ദം. വീട്ടിലേ ഞാൻ അടുത്ത് മറന്നുപോയി. ചിറകില് പുറത്തെ ചിറക് കൂട്ടി വരയ്ക്കാണ് കീവീട്. ഇത്ര കുഞ്ഞിയ സാധനത്തിന്റെ ശരീരത്തിൽ ഇങ്ങനത്തെ സൗണ്ട് വരണല്ലേ? പൊന്നൂക്കരിക്ക് അമ്മേരെ വീട്ടിലേക്ക് പോയാലാണ് ഈ സൗണ്ട് ശരിക്കും കേൾക്കാം. പണ്ട് കാട് സൈഡാണല്ലോ അവരവിടെ. ശരിക്കും ഇതിന്റെ സൗണ്ട്. അന്ന് ഇവിടെ ഒന്നും ഇങ്ങനെ മരങ്ങളില്ലല്ലോ. ഇവിടെ ഇങ്ങനത്തെ സൗണ്ട് ഇല്ല. ഈ ചീവീടിന്റെ കൃഷിയല്ലേ? ഇവിടെ ചീവീടിന്റെ ശബ്ദമില്ല. പക്ഷെ പൊന്നൂക്കര പശ്ചാത്തലം പോയി കഴിഞ്ഞാൽ കാട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ശബ്ദം ഇത് ഭയങ്കര ഇഷ്ടമല്ലേ സൗണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശബ്ദം. ഇത് ഇഷ്ടമല്ലേ സൗണ്ട്? അതുപോലെ രാത്രി കഴിഞ്ഞാൽ മഴക്കാലത്ത് കുളക്കോഴികളുടെ സൗണ്ട് അവിടെ നിന്ന് വരും. അയ്യോ, എന്തൊരു ലഹളയെന്നറിയോ. ഇപ്പൊ കുറവാ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. രാത്രി സമയത്തുള്ള ലഹള പാടത്തുനിന്ന് നമുക്കത് കേട്ടില്ല. തീവണ്ടിയുള്ള റെയിൽ പാളത്തിൻ്റെ അവിടെ താമസിക്കുന്നവർക്ക് ട്രെയിനിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അത് വെറുതെ പറയുന്നത് തന്നെയാണ്. ശല്യായിരിക്കും. അവിടെ നിന്നൊക്കെ ഈ ശബ്ദം. ഇവര് വേനൽക്കാലത്ത് മുഴുവൻ എവിടെയായിരുന്നു? എവിടുന്നാവാ പോരുന്നത്? എല്ലാവരും ഉണ്ട്. വേനൽക്കാലത്ത് അത്രയ്ക്ക് നടന്നില്ല ചേട്ടാ. ഒരാൾ ഉരച്ച് കഴിയുമ്പോൾ ഒരാൾ അടുത്തത്. അങ്ങനെ ചെമ്മീൻ നന്നാക്കി കഴിയാറാണെങ്കിൽ നോക്കിയേ ലോഡ് സാധനം തോട് കണ്ട. ഇനി ചെമ്മീൻ വാങ്ങിക്കില്ല. ഈ ടൈപ്പ് വാങ്ങിക്കണ്ട. ഈ ടൈപ്പ് വാങ്ങിക്കില്ല. അല്ല, നമ്മൾ ഈ ടൈപ്പ് വാങ്ങിക്കാറില്ലേ? ഇല്ല. ഇതുപോലെ ഇങ്ങനെ പുറത്ത് നിറച്ച് പച്ച കളറിൽ ചെളിയുള്ളതേ ഒരു നാരാണ്ടാവുള്ളൂ. അതിങ്ങനെ വലിച്ചു കളഞ്ഞ കാര്യം. ഇതിപ്പോ മുഴുവൻ എല്ലാത്തിന്റെ പുറങ്ങനെ നെടുക പൊളിച്ച് അഴുക്ക് മൊത്തം കളയാൻ നിൽക്കുക. അത് അത്ര സമയം. ഈ സാധനം ഹോട്ടലുകാർ വാങ്ങിച്ചോണ്ടു ഈ ചെമ്മീനൊക്കെ വാങ്ങിക്കില്ലായിരിക്കും. കാരണം ഇത് അവർക്ക് ഇങ്ങനെയാ അത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടുക. പിന്നെ ഇത് മാത്രല്ല, ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിലാണെങ്കിൽ കഴിക്കണവർക്ക് വയറുവേദന വരും ചെയ്യും. ചെമ്മീനൊക്കെയുള്ള ഹോട്ടലുകളെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചെമ്മീനുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നില്ലേ ചേട്ടൻ പറഞ്ഞേ? അങ്ങനെ ബൃഹത്തായ ഒരു നന്നാക്കൽ കഴിഞ്ഞു. അത് കഴുകാം. കഴിയുണ്ടോ? നല്ല കാറ്റാ. നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു.
പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടാണ് അതെ ഒരു പാത്രം അടപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇടാണ് കേട്ടോ. ചെമ്മീൻ ഇട്ടു. സിമ്പിൾ പരിപാടികളാണ്, സിമ്പിൾ. മഞ്ഞൾപ്പൊടി ഇടുന്നു, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ അതിനേക്കാൾ തീ കുറവ് മുളക് പൊടി ഇട്ടു. മുളക് പൊടി നല്ല എരിവുണ്ട് കേട്ടോ നമ്മുടെ. പിന്നെ ഉപ്പിടുന്നു കേട്ടോ, ഉപ്പിട്ടു. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇടണു. പിന്നെയുള്ളതേ നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ നമ്മൾ നാളികേരം ഇങ്ങനെ കൊത്തി ആക്കില്ലേ പായസത്തിലൊക്കെ ഇടാനായിട്ട്, അതുപോലെ നാളികേരം കൊത്തിയേക്കല്ല, നാളികേരം ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് അതിടണം ഇവിടെ അതിൻ്റെ ഒപ്പം. എന്നിട്ട് ഇളക്കണു. നല്ലൊരു മണം. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. തീ നമുക്കിത് പകുതി വേവാണ് വേണ്ടത്. ഈ സാധനം ഇങ്ങനെയാക്കണം, പകുതി വേവായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മൾ ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പകുതി ചെരുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, പിന്നെ വീണ്ടും നമ്മൾ അതിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മണി കുരുമുളക് പൊടി ഇടണം. പിന്നെ ഒരു സ്വല്പം നല്ല ജീരകം കേട്ടോ. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി വേണം കേട്ടോ. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി വേണം. അല്ലേ, ഇത് നമ്മൾ നന്നായി അരച്ചിട്ടല്ല, ഒരു ചെറിയ രീതിയിൽ ചതച്ച് എടുത്ത് തോരനിലേക്ക് ആക്കണ പോലെ മിക്സിയിലാക്കിയിട്ട് വേഗം കൊണ്ടുപോകാം. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ വെള്ളം തെളിഞ്ഞു. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർക്കാൻ പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങളൊന്നുമില്ല. ഒരു സബോള കൊത്തിയരിഞ്ഞത്, ഒരു സബോള കേട്ടോ. അത് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു പിടി കേട്ടോ, അതും അതിലിടണ്ട കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ നമ്മളൊരു കുടംപുളിയുടെ ഒരു ചെറിയൊരു കഷ്ണം അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൽ കുടംപുളി അധികം പാടില്ല, പുളി അധികം പാടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അത് വയ്ക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചിയും പച്ചമുളകും ഇതിലില്ല. ചോദിച്ചു, പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചു, ഇഞ്ചിയും പച്ചമുളകും ഇതിലില്ലേന്ന് ചോദിച്ചു. പിന്നെ മസാലപ്പൊടി ഇല്ല, ഗരം മസാല ഇല്ല, അതില്ല. ഇതെന്തിട്ട് കൂട്ടാനാണെന്ന് നമുക്കറിയില്ല, വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇനി മൂടി വയ്ക്കാം. അതുപോലെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. വെളിച്ചെണ്ണ പിന്നെ കാച്ചുമ്പോഴാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. മഴ പെയ്തു, എല്ലാ സാധനങ്ങളും മാറ്റിയിരിക്കും. ഇത് എന്തായി മഴയ്ക്ക് നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മഴ തുടങ്ങിയല്ലോ. കോട വെച്ചിട്ട് പാചകം ചെയ്യാം. ഇത് കൊണ്ടുപോവാ, നമുക്ക് തുറന്നു വയ്ക്കാം കേട്ടോ, തുറന്നു വയ്ക്കാം. ആഹാ, വെള്ളം വറ്റി തുടങ്ങി. വെള്ളം വറ്റുമ്പോൾ ആ കൂട്ടി ചേർക്കണം. സരിതേ, ഈ അരച്ചു പോണത് വേഗെടുത്തോ. നിനക്ക് കൂടെ വേണ്ട, അപ്പുറത്തൊരു കൂടെ ഇരിക്കുന്നത് അടുത്തിട്ട് വാ. ആ അല്ല, നീ നനയണ്ട. ഇതേട്ടാ, ഇത് പറ്റി വരുമ്പോൾ ഈ കൂട്ട് സരിത അരച്ചു കൊണ്ടുവന്ന ഇതുകൊണ്ട് ചേർക്കാം. എൻ്റെ ദൈവമേ, മഴയൊക്കെ വരും. അല്ല, മഴയൊക്കെ വരില്ലേ, വെള്ളമൊക്കെ വരും. ഛേ, ഇതുവരെ തിരിക്ക് വെള്ളം വന്നില്ല ചേട്ടാ. നീ പിടിച്ചേക്ക്. ഞാൻ പോയിട്ട് കുട എടുത്തിട്ട് തരാം അവന്. അല്ല, അത് കുട പിടിച്ച് അതിൻ്റെ മുകളിലേക്ക്. മൈക്ക് തരാം. ഇല്ലേ, ഇനിയിത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഉപ്പിട്ടുണ്ട്. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ? കാച്ചത് ഫ്രൈ ആവണം. നമുക്കിത് കുറേ സമയം ഇങ്ങനെ ഇടണ, ഫ്രൈ ചെയ്തെടുക്കണ്ടേ? അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാന്ന് വെച്ചാൽ അത് നല്ലത്. കൂടാരത്തിൽ പോവാ. എങ്കിലും നമുക്ക് കൂടാരത്തിനോട് പോവാം. കുറച്ച് നേരം ലൊക്കേഷൻ ചേഞ്ച്. ഞാൻ അത് കൊണ്ടുപോവാം. കരിയണം മണം. തീ ഭയങ്കര കൂടുതലാ. നമുക്ക് ഇത്തിരി വെളിച്ചം ഒഴിക്കുക അടിയിലേക്ക്. അല്ല, ശരിയാവില്ല. ഇങ്ങനെ തന്നെയാവോ? അല്ല, ഈ കാച്ചുമ്പോഴാണ് വെളിച്ചം ഒഴിക്കാന്ന് പറഞ്ഞുള്ള ആള്. അപ്പൊ അങ്ങനെ ശരിയാവില്ലല്ലോ. ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതല്ല,
കൊറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ അതും ഇവിടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തോരൻ എങ്ങനെയാക്കല്. അപ്പൊ ഇത്ര ആവണ്ടായിരിക്കും. ഇതിൽ ഉപ്പ് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അതിൽക്കിട്ട് ഉപ്പ് അതൊക്കെ നമ്മളിവിടേക്ക് എത്തി. ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ആക്കുന്നത് കേട്ടാ. ഇത് ചിക്കി എടുക്കാനാണ് പറഞ്ഞോണ്ട് കേട്ടോ. അതൊക്കെ ഉപ്പുണ്ടാ? ഉപ്പുണ്ട്. വെന്തിട്ടില്ലേ? അറിയില്ല, എനിക്ക് നാളികേര കിട്ടിയ ചെമ്മീൻ വേണ്ട. ചെമ്മീൻ ആദ്യം വേവിച്ചതല്ലേ? രസമല്ലേ സാധനം? ഇതാ തോരൻ പോലെ അതിൻ്റെ കാണാം. കാണുന്നേ രസമല്ലേ സാധനം? ആ ഇനി നമുക്കിത് മാറ്റിയിട്ട് നമുക്കിത് കാച്ചാം. ഇത് ഇറക്കണം കേട്ടാ. ഇത് വെച്ച് ഇത് എനിക്ക് കുഴിഞ്ഞ പൂല് അല്ല. ആ മതി, ചെറുതായിട്ട് അത് മതി. കറക്റ്റാ കാച്ചാൻ പോകണം കേട്ടോ. നമ്മൾ സിമ്പിൾ സാധനമാണിത്. ഇങ്ങനൊരു സാധനമുള്ളത് നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ഇവിടെ തുടങ്ങിയാൽ മതിയായിരുന്നു. അബദ്ധം പറ്റി. സാരില്ല. ഉണ്ടാക്കല് മീൻ നന്നാക്കല് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. മീൻ ഒന്നാമത്തേല് ഫ്രണ്ടിൽ വെച്ച് ഞാൻ പറഞ്ഞത് അത് ഇവിടെ ഇരുന്ന് നന്നാക്കാന്ന്. എല്ലാവരും മീൻ വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് നന്നാക്കൂ. അതന്നെ ചെമ്മീൻ പൊട്ട മണായിരിക്കും. മഴക്കാലമായ കാരണം കുഴപ്പമില്ല, അത് പോയിക്കോളും. ആരും പോകാത്ത വഴി ഇവിടെ നമ്മൾ സഞ്ചരിക്കണം ചേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കാച്ചാൻ പോകണം. ഈ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആകപ്പാടി ചേർക്കണ വെളിച്ചെണ്ണ. ഞാൻ ചോദിച്ചു കേട്ടോ, വെളിച്ചെണ്ണ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒഴിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇത് പിടിക്കാമല്ലോ കേട്ടാ. പറഞ്ഞ ഈ വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, വെളിച്ചെണ്ണ കാച്ചും മാത്രമാണ് ചെയ്യാന്ന് രജുല ചേച്ചി പറഞ്ഞത്. കടുകൊക്കെ കാച്ചൂല്ലേ? കുറച്ച് സാധനങ്ങളുണ്ട്. കടുക്, കറിവേപ്പില. വേഗം എടുക്കണം അവൻ്റെ കടുകും കറിവേപ്പിലയും. ഇൻസ്പെക്ടർ ജലറാം അല്ല, ഈ സിദ്ദിഖ് പറയില്ലേ സിനിമയിൽ ഏതാ? സിംഹവാലമേനല്ലേ അവന്റെ ഇതാടാ. അതന്നെ മയക്കുമരുന്നാൻ ചേർത്തിട്ട് മറ്റേ ഇത് പിടിക്കില്ലേ? അയ്യോ കരിഞ്ഞു. ചേട്ടാ ഉള്ളിട്ടാ. ഉള്ളിയല്ല. അയ്യോ പൂജ ചെയ്യുന്ന പോലെ ഹോമം ചെയ്യുമ്പോ ഇതെന്തിട്ടത്? അതല്ല ഹോമം. ദിലീപ് ചോദിച്ച പോലെ മറ്റേ നാളികേരം ഉടയ്ക്കുമ്പോ പോകുമ്പോട്ടുമ്പോ നീ നാളികേരം തന്നെയല്ലേ ഉടച്ചത്? ഇതിനാദ്യണ്ടായിരുന്നേ. അതിട്ട് അത് കരിഞ്ഞേനെ. കുഴപ്പമില്ല, വേപ്പിലിട്. അല്ല ഈ കുഞ്ഞ് ഇതില്ലേ അല്ലേ? ഇത് മതി. ഇനി കുഴപ്പമില്ല. ഈ ഇത്രയും വെളിച്ചെണ്ണ ആയിണ്ടായിരുന്നാ? ചേട്ടത് കടുകന്നെയല്ലേ ഇട്ടത്? കടുകഞ്ഞിട്ടത് അത് ആവണു. വേപ്പിലിട്. ആയിട്ടില്ല, ഉള്ളി ആവണ്ട, മൂക്കണ്ടേ. ഉള്ളി അല്ല ആയിട്ടില്ല. കുറച്ചാവണ്ടി വെച്ചോ? അല്ല ഉള്ളി കരിയണു. ഇതില്ലേ ഉള്ളി കരിയില്ല. അല്ല കുബേരൻ സിനിമയിലേ ഇവര് നാളികേരം ഉടയ്ക്കുമ്പോ മറ്റേ ബോംബ് കൂട്ടണ പോലെ ബോംബ് കൂട്ടില്ലേ, എന്നിട്ട് ഇവരൊക്കെ കരിഞ്ഞത്. നീ എന്താ ഉടച്ചത്? നാളികേരം തന്നെയല്ലേ ചോദിക്കും കലാഭമണിയുടെ അടുത്ത്. അപ്പൊ കലാഭമണി നാളികേരത്തിന്റെ കടയും പടക്കക്കടയും അടുത്തടുത്തായിരുന്നു. അപ്പൊ ഞാൻ നാളികേരത്തിലെ ഗുണ്ടായിരുന്നു. അതന്നെ ഉള്ളിയും പറഞ്ഞ പോലെ അതല്ലെന്ന് ഇങ്ങനത്തെ ഒരു സാധനം പൂജയ്ക്ക് ഉപയോഗിക്കില്ലേ, മറ്റേ ഈ കനലൊക്കെ വെച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ടേസ്റ്റ് സാധനം. തോരൻ ഒരു പ്രത്യേക തോരനാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അല്ല അവര് പറഞ്ഞ ഇല്ലേ ഉള്ളി മൂത്ത് വരുന്നുള്ളോ? കടുക് പൊട്ടി വശം തന്നെ അങ്ങനെ എടുത്ത് കൈ പിടിച്ചാ മതിയായിരുന്നു. എന്താ ഭാഗം ഞാൻ ആലോചിച്ച് ചിരി വരാ. അല്ലാന്ന് ഇതേ എടുത്തിങ്ങോട്ട് പിടിച്ചാ മതിയായിരുന്നു. പെട്ടെന്ന് എന്തുട്ട ചെയ്യണ്ടേന്ന് നമുക്ക് അറിയണ്ടായില്ലേ? അല്ല ഇല്ലേ കടുക് കഴിഞ്ഞില്ല. കരിഞ്ഞണ്ടേ കൂട്ടാൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോയി. ആയിന്നോണു കൂട്ടാ. നമ്മുടെ ഇതിലേക്ക് ചെറിയ എടുത്തട്ടെ. ഇത് എടുത്ത കയ്യിലെടുക്ക്. എടുത്തു. വേറിട്ട രുചിയിൽ ചെമ്മീൻ തോരൻ. ഇളക്കണ എന്താ ചേട്ടൻ ഇതുവരെ ചേട്ടൻ്റെ ഇഷ്ടത്തിനല്ലേ ചേട്ടൻ അല്ല ഇളക്കാൻ നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മനസ്സിലാവുള്ള സാധനം. വേപ്പില തോരനായ വേപ്പില കിടന്നോട്ടെ. വേപ്പില ഇത്തിരി കൂടുതൽ ഇട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വേപ്പില നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയുള്ള കാരണം നമ്മൾ വേപ്പില നന്നായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി. ടേസ്റ്റ് ചെയ്യാം. ചോറ് എടുക്കണ
ചൂടാറി കഴിഞ്ഞാൽ കടുക് കാച്ചണതിന് മുന്നേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതാണ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. വെളിച്ചെണ്ണ തെറിച്ചില്ലേ കടുകിട്ട്. ഇത് ഭയങ്കര ചൂടാണ് പാത്രം. ചൂടായിരുന്നു ആ പാത്രം. അപ്പോ ചൂടില്ല. ഞാൻ തിന്നണേട്ടാ. ഇതേ ഇങ്ങനെയാണ് തിന്നണത് കണ്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് വേപ്പില നാളികേരം എല്ലാം. ചോറിലേക്ക് കഴിക്കാൻ പറ്റുമോ? ഇതുവരെ വെറുതെ തിന്നാൻ രസമല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ മിന്നിച്ചിട്ടുണ്ട് സാധനം ഇല്ലേ. നിസ്സാരമായിട്ടുള്ള സാധനമാണ്. വേപ്പിലൊക്കെ തിന്നാൻ എന്ത് രസാ. ഇങ്ങനെ ചെറിയ ചെമ്മീൻ തന്നെ പറ്റുള്ളൂ കേട്ടോ, വലിയ ചെമ്മീൻ പാടില്ല. നാടിയിൽ കുത്തു കഴിക്കുമ്പോൾ രസമുണ്ട്. ഒന്നും വഴറ്റിയിട്ടില്ല. അതന്നെ ഒന്നും വഴറ്റണില്ല. നല്ല രസമുണ്ട് കേട്ടാ. ഗംഭീര സാധനം അതിൻ്റെ കേട്ടാ. ഇത് വയ്ക്കാൻ മുമ്പ് സാര് പറഞ്ഞു ഇഞ്ചി പച്ചമുളക് ഗരം മസാല ഇതൊന്നും ചേർക്കണില്ല. അപ്പം രസം ഉണ്ടാവുമോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ സ്ഥലങ്ങളുടെ ഓരോ പ്രത്യേകത ഉണ്ടാവില്ലോ. ഇത് തിരുവനന്തപുരത്തെ ടൈപ്പാണോ അതോ ഈ ചേച്ചി സ്വയം കണ്ടുപിടിച്ചിട്ടുള്ളതാണോ? എനിക്കറിയില്ല. തിരുവനന്തപുരക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇത് ആഹാ എന്ത് രസം. ജീരകത്തിന്റെ മണം ഒന്നും അങ്ങനെ അറിയണില്ല അല്ലേ? സ്പൂൺ കോരി കുടിച്ചിരിക്കുക. എന്തിനാ നേരത്തെ എന്റെ കയ്യിലാക്കി കൈ കഴുകിണ്ടായിരുന്നില്ല. വേപ്പിലടക്കുന്നതിനാ. കടുക് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഭാഗ്യം. അടിപൊളി. അപ്പൊ റജുരു ചേച്ചിക്ക് കൊതി കൂടിയിട്ട് കൊത്തുകൾ കഴിക്കാനായിട്ട് നല്ല രസം. കൊത്തുകൾ ഇടയ്ക്ക് അടിക്കുമ്പോ. അപ്പൊ റജുരു ചേച്ചിക്ക് സാധനം കൊത്തുകളും ശരിക്കും പറഞ്ഞ ഫ്രൈയും കൂടി ആയിട്ടില്ല ശരിക്കും അല്ലേ. വെറുതെ വെന്തിട്ടുള്ളോ. പക്ഷെ എന്ത് രസ സാധനത്തിനായിട്ട് വളരെ പെട്ടെന്ന് പാചകം കഴിയുന്ന സാധനമാണ്. പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ കൂട്ടി അടിച്ചു. കൊതി കുടിക്കാം നമുക്ക് ഇതിനോട്. അപ്പൊ നമുക്ക് നിർത്താം. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി ചെമ്മീൻ കിട്ടുമ്പോ ഇതുപോലെ വെച്ച് കഴിക്കില്ല. ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഈ ജഗ് വന്ന് തിന്നുമ്പോൾ അറിയാം നമുക്ക് ഇതാ കഴിയേണ്ടത്. അവൻ പറയും. നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.